തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകമായ പുലിക്കളിക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശവുമായി നടനും എഴുത്തുകാരനുമായ വി.കെ. ശ്രീരാമൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പുലിക്കളിയെ കണ്ടാൽ ഓക്കാനം വരുന്ന കലാവൈകൃതം എന്ന് വിശേഷിപ്പിച്ചാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് ഇത് തിരികൊളുത്തിയിരിക്കുന്നത്. ശ്രീരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിവിധ പുലിക്കളി സംഘങ്ങളും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. ശരീരത്തെ അധിക്ഷേപിക്കുന്ന ബോഡി ഷെയ്മിംഗ് പരാമർശമാണ് നടൻ നടത്തിയെന്നാണ് പ്രധാന വിമർശനം. തൃശൂരിന്റെ സാംസ്കാരിക തനിമയായ പുലിക്കളിക്കെതിരെ നടനും എഴുത്തുകാരനുമായ വി.കെ. ശ്രീരാമൻ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിലെ വാചകങ്ങളാണ് സാംസ്കാരിക കേരളത്തിൽ വലിയ പ്രതിഷേധ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഓണക്കാലത്ത് സ്വയം ക്യാൻവാസാക്കി മാറ്റാൻ കഠിന പരിശീലനം നടത്തുന്ന പുലിക്കളി കലാകാരന്മാരുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പുരുഷന്മാർ മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണ്. ആ വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസവും ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരം കലാവൈകൃതങ്ങൾ ഉണ്ടാവില്ല. ഇത് ഒരു ഭാരതീയ കലയാണെന്നും നാട്യശാസ്ത്രത്തിൽ ശാർദൂല വിക്രീഡിതം എന്നീ ഈ കുംഭകുലിക്കുകളെ പറ്റി പരാമർശമുണ്ടെന്നുമാണ് സുബ്രൻ സ്വാമി പറയുന്നത്. മനുഷ്യന്റെ സ്വാഭാവിക ശരീരപ്രകൃതത്തെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ പരാമർശം ജനകീയ കലാരൂപത്തെയും അതിലെ കലാകാരന്മാരെയും ഒരുപോലെ പരിഹസിക്കുന്നതാണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. കുംഭകുലുക്കിക്കളി എന്ന് പരിഹസിക്കുകയും സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പേര് ഉൾപ്പെടുത്തി വ്യംഗ്യമായി ആക്രമിക്കുകയും ചെയ്തതോടെ നാടോടി കലകളെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് സാംസ്കാരിക പ്രവർത്തകർ ആരോപിക്കുന്നു. പോസ്റ്റ് വൈറലായതോടെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും പ്രതിഷേധവുമാണ് സോഷ്യൽ മീഡിയയിൽ രൂപപ്പെടുന്നത്. പാരമ്പര്യ കലാരൂപമായ പുലിക്കളിയെ കണ്ടാൽ ഓക്കാനം വരുന്ന ആഭാസമെന്ന് വിശേഷിപ്പിച്ചത് വരേണ്യ മനോഭാവത്തിന്റെ തെളിവാണെന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന പ്രധാന വിമർശനം. ശ്രീരാമന്റേത് കേവലം അഭിപ്രായ പ്രകടനമല്ല, മറിച്ച് തികഞ്ഞ ബോഡി ഷെയ്മിംഗ് ആണെന്ന് ചൂണ്ടിക്കാട്ടി അയ്യന്തോൾ പുലിക്കളി ദേശം ഉൾപ്പെടെയുള്ള പ്രമുഖ പുലിക്കളി സംഘങ്ങൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഒരു മനുഷ്യന്റെ വയറോ ശരീരപ്രകൃതിയോ വരുന്നത് രൂപവൈകൃതമാണെന്നും അത് കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ആഭാസമാണെന്നും പറയുന്നത് പാരമ്പര്യ കലാകാരന്മാരോടും അവരുടെ ആത്മസമർപ്പണത്തോടും കാണിക്കുന്ന അനാദരവാണെന്ന് അവർ വ്യക്തമാക്കുന്നു. തൃശൂരിന്റെ തനത് നാടോടി ആഘോഷമായ പുലിക്കളിയെ കണ്ടാൽ ഓക്കാനം വരുന്ന കലാവൈകൃതം എന്ന് വിശേഷിപ്പിച്ചത് സാംസ്കാരിക കേരളത്തിന് തന്നെ വലിയ മാനക്കേടാണെന്നാണ് ഉയരുന്ന പൊതുവികാരം. പരമ്പരാഗതമായി ജനങ്ങൾ തെരുവിൽ നെഞ്ചിലേറ്റുന്ന ഈ കലാരൂപത്തെയും അതിലെ കലാകാരന്മാരുടെ ശരീരത്തെയും അധിക്ഷേപിച്ച വി.കെ. ശ്രീരാമൻ പരാമർശം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും പുലിക്കളി സമിതികൾ ആവശ്യപ്പെടുന്നുണ്ട്. ബോഡി ഷെയ്മിങ്ങിനെതിരെയും സാംസ്കാരിക വിരുദ്ധ നിലപാടുകൾക്കെതിരെയും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പുലിക്കളി ദേശം ഭാരവാഹികളുടെ തീരുമാനം. സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സോഷ്യൽ മീഡിയയും പുലിക്കളി കലാകാരന്മാർക്ക് പൂർണ്ണ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രിയും എം.പിയുമായ സുരേഷ് ഗോപി 24 ലക്ഷം രൂപയുടെ കേന്ദ്ര സഹായം കൈമാറിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വി.കെ. ശ്രീരാമൻ ഈ അധിക്ഷേപ കുറിപ്പുമായി രംഗത്തെത്തിയത്. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഈ പ്രശ്നത്തെ വലിയ ചർച്ചയാക്കുന്നു. സാംസ്കാരിക മേഖലയിൽ പുലിക്കളി നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ആശ്വാസമായി കേന്ദ്ര ഫണ്ട് എത്തിയ സമയത്ത് തന്നെ ഇത്തരമൊരു വിവാദം ഉയരുന്നത് യാദൃച്ഛികമല്ലെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. തൃശൂർ പൂരവും പുലിക്കളിയും ഉൾപ്പെടെയുള്ള പ്രാദേശിക ആഘോഷങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ ഈ അധിക്ഷേപം എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ശ്രീരാമന്റെ കുറിപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി സാംസ്കാരിക നായകരും സാധാരണക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ നാടോടി കലാരൂപങ്ങളെയും ജനകീയ സാംസ്കാരിക കൂട്ടായ്മകളെയും എന്തിന്റെ പേരിൽ അളന്നാലും ബോഡി ഷെയ്മിംഗ് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടിലാണ് ഭൂരിഭാഗം ആളുകളും.